ഹലോ ഗായ്സ്, വെൽക്കം ടു വൺ ഓഫ് ദ ഡേയ്സ് ഇൻ മൈ ലൈഫ്. ഞാൻ തുടക്കത്തിൽ കുറച്ച് ഗുമ്മിട്ട് പറഞ്ഞ കേട്ടോ. കാരണം ഈ വീഡിയോയിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു പണിയില്ലാതെ വീട്ടിലിരുന്ന ഒരു ദിവസം വെറുതെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. എഴുന്നേറ്റാൽ ഉടനെ വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് നേരെ പോയി ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങ് ചെയ്തു. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ, അകത്തും അതെ പുറത്തും അതെ. അതുകൊണ്ട് തന്നെ രാവിലത്തെ കുളി എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. മുഖമൊക്കെ കഴുകിയതല്ലേ, പോരാത്തതിന് നല്ല തണുപ്പും. സ്കിന്ന് കുറച്ച് ഹൈഡ്രേറ്റ് ആവട്ടെ. എൻ്റെ സ്കിന്ന് ഓയിലിൽ നിന്ന് ഡ്രൈ ടൈപ്പ് ആയപ്പോൾ ഞാനും പോയി സെറ്റാഫിൽ പിടിച്ചു. സ്കിന്ന് മാത്രം ഹൈഡ്രേറ്റ് ആയ പോരല്ലോ, ചുണ്ടും കൂടെ ആയിക്കോട്ടെ. ഞാനീ അണിഞ്ഞൊരുങ്ങി പോകുന്നത് കിച്ചണിലോട്ടാട്ടോ. എന്നാൽ പിന്നെ ഇത്രേ ആയില്ലേ, സ്പ്രേയും കൂടെ അടിച്ചേക്കാം, സുഗന്ധം പരക്കട്ടെ. വന്നിപ്പം സ്പ്രേ ഇല്ലാണ്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി. പെർഫ്യൂം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ എന്നെ പോലെ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. രാവിലത്തെ ബ്രൂട്ടീഷനെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം പുറത്തെന്താ നടക്കുന്നതെന്ന് അറിയാണ്ട് ഒരു സമാധാനമില്ല. വായി നോക്കാൻ പോയപ്പം അവിടെ കിടന്നൊരു പേനയും കൂടെ കിട്ടി, ബോണസ്. ഇനിയിപ്പം അടുത്ത ഷോട്ട് കിച്ചണിൽ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 26th December ആണ് കേട്ടോ. ഞാൻ എന്തിനാ ഈ ഡേറ്റ് ഒക്കെ പറയുന്നതെന്ന് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. തലേന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊരു ബിരിയാണിയും കുറച്ച് ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഭാരിച്ച കുക്കിംഗ് ഒന്നും എനിക്കില്ല. ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും അതായിരുന്നു എൻ്റെ പ്ലാന്. രാവിലെ കുറച്ച് പുറകോട്ടായാലും ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ബിരിയാണി കഴിക്കാമല്ലോ. എന്താല്ലേ, ദോശ ഉണ്ടാക്കുന്ന ഗ്യാപ്പിൽ ഞാൻ കറിയൊക്കെ ചൂടാക്കി വെച്ചു കേട്ടോ. പക്ഷേ ഒരു 2-3 ദോശ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് എനിക്ക് ബിരിയാണിയുടെ സ്മെല്ല് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ സ്റ്റൗ ഓഫ് ചെയ്തു, കുറച്ച് റൈസ് എടുത്തു, ഉള്ള ദോശയും കൂടെ ഒന്നും കൂടെ ഓവൻ ചെയ്തെടുത്തു. ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണോ ബ്രഞ്ചാണോ ലഞ്ചാണോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ക്ലീനിങ്. നിരത്തിയ പാത്രമെല്ലാം ചടപടേന്ന് കേട്ടോ കഴുകി വെച്ചേ. ബിരിയാണി ചൂടാറാൻ പാടില്ലല്ലോ. ഈ വീട്ടിൽ ആകെ കുറച്ച് അന്തേവാസികൾ മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ കേൾക്കുന്നവരായോണ്ട് കുക്കിംഗ് കഴിഞ്ഞ് ക്ലീനിങ് ആരും മറക്കാറില്ല. ഒന്നോർത്ത് അത് നല്ലതല്ല. പറഞ്ഞ് ചെയ്യിക്കുന്നതിനെക്കാട്ടിലും സ്വയം തോന്നി ചെയ്യുന്നതിലാണല്ലോ ഒരു ഹീറോയിസം. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്ന അപ്പം ശരിയല്ലേ? എനിക്കാണെങ്കിൽ OCD ഉണ്ടോയെന്നൊരു ഡൗട്ടില്ലാതില്ല കേട്ടോ. കാരണം എത്ര തുടച്ചാലും എനിക്ക് തൃപ്തിയാവാറില്ല. ഇതാണ് ഗൈസ് എൻ്റെ ഉടായ്പ ബിരിയാണി, പിന്നെ ദോശയും ചിക്കൻ. അങ്ങനെ അതെല്ലാം കഴിച്ചൊരു 1.5 മണിക്കൂർ ഞാൻ വെറുതെ റീൽസും തോണ്ടിയിരുന്നു കേട്ടോ. എന്തായാലും വേറെ പണിയൊന്നുമില്ല, എന്നാൽ പിന്നെ ഒരു സ്മൂത്തി ഉണ്ടാക്കിയാലോ. എനിക്കാണെങ്കിൽ ഇന്ന ഫ്രൂട്ട്സ് ഇന്ന വെജീസ് അങ്ങനെയൊന്നുമില്ല. കൈ കിട്ടുന്ന എന്ത് സാധനവും ഞാൻ സ്മൂത്തി ഉണ്ടാക്കും. ഇങ്ങനെയെങ്കിലും ഇതൊക്കെ വയറ്റിച്ചല്ലോ, അത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. മെനക്കെട്ടിരുന്ന് ഈ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ കഴിക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ല. ഇതാകുമ്പോൾ ഒക്കെപ്പാടെ അടിച്ചാൽ മിണ്ടാണ്ടിരുന്ന് കുടിക്കാം. ഇതിലാണെങ്കിൽ കുറച്ച് ക്യാരറ്റ്, കുറച്ച് കിവി, ഒരു പഴം, കുറച്ച് ബദാം. എൻ്റെ പീനട്ട് ബട്ടറിൻ്റെ ബോക്സ് കാണാനില്ല ഗൈസ്, അല്ലെങ്കിൽ ഞാൻ അതോടിട്ട് അടിച്ചേനെ. റീസെൻ്റ്ലി ഞാനൊരു പീനട്ട് ബട്ടർ വാങ്ങിച്ചതാണ് ഗൈസ്. പക്ഷേ എനിക്ക് ഓർമ്മശക്തി കൂടുതലായതുകൊണ്ട് തന്നെ അതെവിടെ വെച്ചെന്ന് ഞാൻ ഓർക്കുന്നില്ല. തപ്പിയെടുക്കണം. ഓരോന്നിട്ടിട്ട് വന്നപ്പം ആ ബോട്ടിൽ അങ്ങോട്ട് നിറഞ്ഞു. ആക്ച്വലി ഇത് കിച്ചണിൽ പോയാൽ പ്രോപ്പറായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ മടിച്ചായതുകൊണ്ട് എനിക്ക് ഇട്ടാവട്ടമാണ് കംഫർട്ട്. പോരാത്തതിന് ഞാൻ താഴേന്ന് പാലും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവന്മാരെ ഒന്ന് അരച്ചെടുക്കണം, അത്ര തന്നെ. ഐറ്റംസ് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമില്ലാതല്ല. പക്ഷെ എന്തായാലും എടുത്തതല്ലേ എന്ന് ഓർത്ത് അങ്ങോട്ട് പോവാ. ഡൺ ഗൈസ്, കഴിഞ്ഞു. കുടിക്കാൻ പരുവത്തിന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പീനട്ട് ബട്ടറും പഞ്ചസാരയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റ് കാണും. എനിക്ക് പിന്നെ അങ്ങനെ മധുരം വേണമെന്നൊന്നും നിർബന്ധമില്ല, അതുകൊണ്ട് എന്താണെങ്കിലും പൊക്കോളൂ. ഇന്നത്തെ സ്മൂത്തിയിൽ എനിക്ക് തോന്നിയത് കിവിയുടെ ടേസ്റ്റാട്ടോ ഒന്ന് എടുത്ത് നിൽക്കുന്നത്. ഞാൻ 2 കിവി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന്. എനിക്ക് അണ്ടാവിനകത്ത് കുടിക്കാൻ പറ്റുന്നില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ മെല്ലെ അത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കിന്ന് വലിയ ഭാരിച്ച പണികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്ര കാര്യമായിട്ട് ഞാൻ ആ ഫോണിൽ നോക്കുന്നത് റീൽസാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഫോണിൽ കാണണം. അങ്ങനെ ഇരുന്നപ്പം അതാ എനിക്കൊരു കോള് വരുന്നു, അതും സൗദിയിൽ നിന്ന്. പിന്നെ അവളുമായിട്ടായി കത്തിയടി. കഥകളുണ്ടേ കുറേ പറയാൻ. ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര പ്ലാനിങ്ങിലാണ് ഡേ കൊണ്ടുപോയത്. പക്ഷേ ഒരു 2-2:30 ആയപ്പോൾ ഞാൻ വെറുതെ കിടന്നാ, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. ഇപ്പോൾ സമയം ഏകദേശം 7-7:30 ആയിട്ടുണ്ട് രാത്രിക്ക്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഉറങ്ങണമെന്ന് വെച്ച് കിടന്നാലോ, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഉറങ്ങി. ഇനിയിപ്പോൾ എനിക്ക് വേറെ പരിപാടികളൊന്നും തന്നെ ഇല്ല. എന്തെങ്കിലും കഴിക്കണം, വീണ്ടും ഉറങ്ങണം. അപ്പോൾ ഞാൻ ഇനി അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടത് എൻ്റെ കുറ്റസമ്മതം കേട്ടോ. വെറുതെ ഇരുന്ന ആർക്കാണെങ്കിലും ഉറക്കം വരില്ല ഗൈസ്, അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയതാ. പക്ഷേ കുറച്ച് ലെങ്തി ആയിപ്പോയി. പറ്റിയത് പറ്റി. എന്നാൽ പിന്നെ ഞാനോർത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന്.
കുളിച്ച് മാറാനുള്ള ഡ്രസ്സ് തപ്പുന്നതാണ് നിങ്ങളീ കാണുന്നത്. പക്ഷെ കബോർഡ് തുറന്നാൽ ഒരു 5-10 മിനിറ്റ് വെറുതെ അവിടെ നിൽക്കണം. ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ഇട്ടാൽ മതി. പക്ഷേ വെറുതെ ഒരു 5-10 മിനിറ്റ് എങ്ങനെങ്കിലും അവിടെ നിന്ന് സമയം കളഞ്ഞാലേ ഒരു മനസ്സമാധാനമേ ഉള്ളൂ. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ ഗൈസ്, അകത്തും പുറത്തും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ടാണ് ഞാനീ പോകുന്നത്. അങ്ങനെ പെട്ടെന്നൊരു കുളി പാസ്സാക്കി രാവിലെ കണ്ട സെയിം കാര്യം, ഹൈഡ്രേഷൻ. അത് വിട്ടൊരു കളിയില്ല. എല്ലാവരും പറയും ഡെയിലി ഒരു 3-4 ലിറ്റേഴ്സോ വെള്ളം കുടിക്കണമെന്ന്. അത് മറന്നാലും ഞാൻ ഈ ക്രീം ഇടുന്ന മറക്കാറില്ല. ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഭാരിച്ച പണികളൊന്നും ചെയ്യാനുള്ളൊരു ആംബിയർ എനിക്കില്ല. ഓൾറെഡി കുറച്ച് കുക്ക്ഡ് റൈസ് ഇരിപ്പുള്ളതുകൊണ്ട് തന്നെ ഞാനത് കഞ്ഞിയാക്കി. കഞ്ഞിയാകുമ്പോൾ എന്തെങ്കിലും ഒരു കൂട്ടാൻ മതിയല്ലോ. അതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് എഗ് ബുർജി ഉണ്ടാക്കി. പിന്നെ കുറച്ച് മോരുകറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഇന്നുമൊക്കെ ബിരിയാണി കഴിച്ചുകൊണ്ടാണോന്ന് അറിയില്ല, എൻ്റെ മനസ്സിലിപ്പം കഞ്ഞി, ചോറ് അങ്ങനെയുള്ള നാടൻ ഐറ്റംസാണ്. സത്യം പറയാമല്ലോ ഗൈസ്, എത്ര ടേസ്റ്റുള്ള ബിരിയാണി, മന്തി എന്ത് കഴിച്ചാലും നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് ചോറ്, സാമ്പാർ, മോര്, ചമ്മന്തി ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, അത് സത്യം, അത് വേറെ തന്നെയാണ്. പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും വായിൽ വെള്ളം വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് എൻ്റെ ഒരു ദിവസം പോയത്. അപ്പോൾ ഓക്കെ, ബൈ.